മുംബൈ എന്ന മഹാനഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ 7.5 പതിറ്റാണ്ടോളമായി ഒരാൾ യാത്ര തുടരുന്നു. ലോക്കൽ ട്രെയിനിന്റെ തിരക്കിലും സമരഭൂമികളുടെ ചൂടിലും കോടതികളുടെ നീണ്ട പടവുകളിലും പതറാത്ത യാത്ര. തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു ജീവിതം, ഒരു ട്രേഡ് യൂണിയൻ പോരാളി. ഇതാണ് മുംബൈ മലയാളികൾ സ്നേഹത്തോടെ കൃഷ്ണേട്ടൻ എന്ന് വിളിക്കുന്ന സഖാവ് PR കൃഷ്ണൻ. കാണാം അവസാനമില്ലാത്ത ഒരു സമര പോരാട്ടത്തിന്റെ കഥ. മുംബൈ, ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ യാത്ര ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ദിനചര്യകളിലൊന്ന്. എന്നാൽ കഴിഞ്ഞ 75 വർഷമായി യാത്ര തുടരുന്ന ഒരാളുണ്ട്. താമസ സ്ഥലമായ വസായിൽ നിന്നും മുംബൈ ആസാദ് മൈതാനത്തോട് ചേർന്നുള്ള പാർട്ടി ഓഫീസിലെത്താനും തിരികെ പോകാനും 4 മണിക്കൂർ യാത്ര ചെയ്യണം. ഇന്നും പാർട്ടി ആവശ്യങ്ങൾക്കായി ഇടയ്ക്കിടെ വന്നുപോകും. കൃഷ്ണേട്ടന് വയസ്സ് മാത്രമാണ് കൂടിയിട്ടുള്ളത്. സിരകളിലെ പോരാട്ട വീര്യം ഒട്ടും ചോർന്നിട്ടില്ല. 1934 ഒക്ടോബർ 7 തൃശൂർ ജില്ലയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനനം. പഠനവും ബാല്യവും ഗ്രാമത്തിൽ. പിന്നീട് 1950 ഉപജീവനത്തിനായി മുംബൈയിലേക്ക് എത്തുന്നത്. ഞാൻ ബോംബെക്ക് വന്നത് ജോലി അന്വേഷിച്ച് വന്നതാണ്. ആദ്യം ഹോട്ടലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നെ മില്ലിൽ, പല ഫാക്ടറികളിലും 10 കൊല്ലം അങ്ങനെ ഫാക്ടറികളിലും മില്ലുകളിലൊക്കെ ആയിട്ട് ജോലി ചെയ്തു. ഹോട്ടലുകളും ഫാക്ടറികളും മില്ലുകളും, മണിക്കൂറുകൾ നീണ്ട ജോലി, കുറഞ്ഞ വേതനം. അവിടെയാണ് ഒരു യുവാവ് തൊഴിലാളി ജീവിതത്തിന്റെ യഥാർത്ഥ വേദന തിരിച്ചറിഞ്ഞത്. അവിടെയാണ് കൃഷ്ണേട്ടനിലെ വിപ്ലവ വീര്യം ഉണരുന്നത്. ഫാക്ടറിയിലെ ജോലി തന്നെയാണ് രാഷ്ട്രീയത്തിലേക്കും ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലേക്കും നയിച്ചത്. 18-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അംഗത്വം. 1964 മഹാരാഷ്ട്രയിൽ CPIM രൂപീകരണം. ആ പോരാട്ടത്തിന്റെ മുൻനിരയിൽ PR കൃഷ്ണനും. 1964 CPIM രൂപം കൊണ്ടതിന് ശേഷം പിന്നെ വ്യാപകമായിട്ടുള്ള അറസ്റ്റാണ് ഉണ്ടായത്. അന്ന് നന്ദ ഹോം മിനിസ്റ്ററായിരുന്നു, നെഹ്റു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. 1500-ൽ പരം ലീഡർമാരെയും പ്രവർത്തകന്മാരെയും അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിൽ 3 പേരെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് SY കോളഡ്കർ, പിന്നെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള DS വൈദ്യ, ബോംബെ കമ്മിറ്റിയുടെ മെമ്പറായിരുന്ന ഞാൻ, ഈ 3 പേരും ഒളിവിൽ പോയി. അടിച്ചമർത്തലുകൾ, ഒളിവി ജീവിതം, ജയിൽവാസം, മർദ്ദനം, DIR നിയമപ്രകാരം 1.5 വർഷം തടവ്, വീട് പോലും കണ്ടുകെട്ടി. ഒളിവിൽ പോയതിന് ശേഷം പിന്നെ മർദ്ദനം അവർ തുറന്നുകൊണ്ടിരുന്നു. DS വൈദ്യനെ പിന്നീട് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം എന്നെയും അറസ്റ്റ് ചെയ്തു 9 മാസത്തിന് ശേഷം. അത് 1965 നവംബറിലാണ് അറസ്റ്റ് ചെയ്ത്. പിന്നെ യരവട ജയിലിലായിരുന്നു. യരവട ജയിലിൽ നിന്നൊക്കെ പറയുമ്പോൾ അവിടെ പണ്ട് സഖാവ് P ഗോവിന്ദപിള്ളയും കൂടി ജയിലിലിരുന്നിട്ടുള്ള ആളായിരുന്നു പണ്ട്. എന്നെ ആ ജയിലിൽ അടച്ചിട്ടു. മഹാത്മാഗാന്ധി, ലോക്മാന്യ തിലക്, അവർ 2 പേരും താമസിപ്പിച്ചിരുന്ന സെല്ലിൻ്റെ അടുത്തുള്ള സെല്ലിലായിരുന്നു എന്നെ അടച്ചു പൂട്ടിയിരുന്നത്. എന്നാലും അവകാശ പോരാട്ടത്തിൽ ഒരടി പോലും പിന്നോട്ട് വെച്ചില്ല. ആ അവസരത്തിൽ ഞാൻ സ്വയം ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ ബോംബെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു, എന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഡിറ്റൻഷൻ, എൻ്റെ കരുതൽ തടങ്കൽ നിയമപ്രകാരമുള്ളതല്ല, അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ എൻ്റെ പേരിൽ ചാർത്തിയിട്ടുള്ള കുറ്റങ്ങളൊന്നിനും ഞാൻ ചെയ്തിട്ടില്ല. രാജ്യദ്രോഹം, അങ്ങനെ പല കുറ്റങ്ങളാണ്. ആ കേസ് ഞാൻ സ്വയം വാദിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ എൻ്റെ വാദം ശരിവെച്ചുകൊണ്ട് എന്നെ റിലീസ് ചെയ്തു. പോരാട്ടങ്ങളൊന്നും സ്വന്തം നിലനിൽപ്പിനായിരുന്നില്ല. വേദനയും നൊമ്പരവും അമർഷവും കടിച്ചൊതുക്കുന്ന സഹജീവികൾക്ക് വേണ്ടിയായിരുന്നു. സ്ത്രീകൾക്ക് വിവാഹം കഴിഞ്ഞാൽ ജോലി ഇന്ന് പിരിഞ്ഞു പോയിട്ട് കണക്കാക്കണം എന്ന ഒരു വ്യവസ്ഥിതി 50-കളിൽ 60-ൽ ബോംബെ, ഇന്ത്യയിലുടനീളം അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിന് വിരുദ്ധമായിട്ടുള്ള കേസ് ഞാൻ നടത്തി. ഭരണഘടനാ പ്രകാരം അങ്ങനെയുള്ള വ്യവസ്ഥകൾ ശരിയല്ല എന്നുള്ള
ഉള്ള ഉത്തരവ് കിട്ടി. ജയിൽ ഭയമായിരുന്നില്ല, ഭയമുണ്ടായിരുന്നത് തൊഴിലാളികൾ ഒറ്റപ്പെടുമോ എന്നായിരുന്നു. അത് വളരെ രസം പിടിച്ച ആർഗ്യുമെൻ്റായിരുന്നു. ഞാൻ സാധാരണ മനുഷ്യൻ, ചെറുപ്പക്കാരൻ, മുടിയൊന്നും അന്നുണ്ടായിരുന്നില്ല, മീശ വെട്ടിക്കളഞ്ഞിരുന്നു ഒളിവിൽ താമസിക്കുമ്പോൾ. അങ്ങനെ ഒരു പയ്യൻ ഈ ടീഷർട്ടും പാൻറ്റും ഇട്ടിട്ടാണ് വാദിക്കുന്നത്. ഈ വാദം കേൾക്കാൻ തന്നെ ധാരാളം വക്കീലന്മാരും മറ്റും തടിച്ചു കൂടിയിരുന്നു. അവസാനം എൻ്റെ വാദം ശരിവെച്ചുകൊണ്ട് എന്നെ റിലീസ് ചെയ്യണമെന്നുള്ള ഓർഡറാണ് ഡിവിഷൻ ബെഞ്ച് പുറത്തിറക്കിയത്. ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരു അപൂർവത, അന്ധരായ തൊഴിലാളികളെ ആദ്യമായി യൂണിയനിലേക്ക് കൊണ്ടുവന്ന നേതാവ്. ഇന്ത്യയിൽ ആദ്യമായി അന്ധരെ സംഘടിപ്പിച്ച സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത് മുംബൈയാണ്. മുംബൈയിലെ അന്ധരായ തൊഴിലാളികളെ എനിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. ഞാൻ അവരെ സംഘടിപ്പിച്ച് അവരുടെ മോർച്ച താജ്മഹൽ ഹോട്ടലിൽ അന്ധരെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നിരുന്നു. അങ്ങോട്ട് ജാതിയായിട്ട് പോയി. ആദ്യ വനിതാ പ്രസിഡൻ്റ് ആയ പ്രതിഭ പാട്ടീൽ ആയിരുന്നു അന്ന് സോഷ്യൽ വെൽഫെയർ മിനിസ്റ്റർ മഹാരാഷ്ട്രയിൽ. അപ്പോൾ ഈ പ്രതിഭ പാട്ടീലിൻ്റെ അടുത്ത് ഈ അന്ധരായ തൊഴിലാളികളെ പ്രശ്നങ്ങളായിട്ട് പലവട്ടം ഞാൻ അവരായിട്ട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. ശ്മശാന തൊഴിലാളികൾ മുതൽ ഇസ്കോൺ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വരെ. ഇന്ത്യയിൽ ആദ്യമായി ശ്മശാന ജീവനക്കാരെ സിബിരിയിൽ ക്രിസ്ത്യൻ ബറിയൽ ഗ്രൗണ്ട്, അതാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്, അവിടുത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ചു. അവരുടെ ശമ്പള വർധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരം ഉണ്ടായി. അത് സമരം വിജയിക്കാതെ വന്നപ്പോൾ നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടു. മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നത് ഇവർ ദൈവികമായിട്ട് ഉള്ള ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് യൂണിയനായിട്ട് ബന്ധം വയ്ക്കാൻ പാടില്ല, യൂണിയനിൽ ചേരുന്നത് പാപമാണ്. അതുകൊണ്ട് തന്നെയല്ല, ശ്മശാനം ഇൻഡസ്ട്രി അല്ല, വ്യവസായമല്ല. കേസ് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന്മാർ, കന്യാസ്ത്രീകളെല്ലാം ബൈബിളായിട്ട് ജപിച്ചുകൊണ്ടിരിക്കും. അവസാനം ആ വിധി ഞങ്ങൾക്ക് അനുകൂലമായി തീർന്നു. അത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിൽ പബ്ലിഷ്. മഹാരാഷ്ട്രയിൽ CITU രൂപീകരണത്തിൽ നിർണായക പങ്ക്. ഇന്ന് CITU വൈസ് പ്രസിഡന്റ്. മഹാരാഷ്ട്ര ഗസറ്റിൽ 1200-ലേറെ തൊഴിലാളി അനുകൂല വിധികൾ. ഒരുപാട് കേസുകൾ വിവിധ വിഷയങ്ങളിൽ എനിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ നടത്തിയെന്ന് നിങ്ങൾ ചോദിക്കും. തൊഴിൽ വ്യവസായ നിയമത്തിൽ യൂണിയൻ്റെ ഓഫീസ് ബെയർ ആയാൽ അത്തരം ആളുകൾക്ക് കോടതിയിൽ നേരിട്ട് കേസ് വാദിക്കാനുള്ള നിയമവ്യവസ്ഥ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് സെക്ഷൻ 36-ലുണ്ട്. കോടതിയിൽ സ്വയം വാദിച്ച ഒരു പോരാളി. സഖാവിന്റെ നിയമപുസ്തകത്തിൽ വിശപ്പിന്റെ നീതിക്ക് ഒരു ഭാഷയേ ഉണ്ടായിരുന്നുള്ളൂ. നിയമം തൊഴിലാളിക്കെതിരല്ല, അത് തെറ്റായി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പോരാടേണ്ടി വരുന്നത്. ചെക്കോസ്ലാവിക്യ മുതൽ ക്യൂബയും വിയറ്റ്നാമും വരെ അന്താരാഷ്ട്ര തൊഴിലാളി സമ്മേളനങ്ങളിൽ ഇന്ത്യയുടെ ശബ്ദമായി PR കൃഷ്ണൻ. ശരത് പവാർ മുതൽ VR കൃഷ്ണയ്യർ വരെ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലെ നേതാക്കൾക്ക് പോലും PR ഒരു ബഹുമാന്യ മുഖം. സഖാവിനേക്കാൾ പ്രായമുള്ളവർക്ക് പോലും അദ്ദേഹം കൃഷ്ണേട്ടനായിരുന്നു. ഇന്ന് വയസ്സ് 91. ശാരീരിക പരിമിതികളുണ്ട്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്ത ഒരാൾ. ഒരു ശരാശരി പൗരന് അവന്റെ രാഷ്ട്രീയം അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരേയൊരു വേദിയാണ് തെരഞ്ഞെടുപ്പ്. അതിനാൽ വോട്ടിന്റെ പ്രാധാന്യത്തെ കൃഷ്ണേട്ടൻ ഊന്നി പറയുന്നു. വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഇന്നും അഭിമാനമുണ്ട്. അതെന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന പോരാട്ടമാണ്. മുംബൈ മലയാളികളുടെ സ്വന്തം കൃഷ്ണേട്ടൻ. വയസ്സൊരു തടസ്സമല്ലെന്ന് തന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന പോരാളി. വെളുത്ത വേഷത്തിനുള്ളിൽ അതിലും ശുദ്ധമനസ്സും ചിരിയുമായി കൃഷ്ണേട്ടൻ യാത്ര തുടരുകയാണ്. സഖാവ് PR കൃഷ്ണൻ 91-ലും പതറാത്ത പോരാളി. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. ഓർക്കൂ
സഖാവേ സഹോദരാ നാം കേട്ട ദീർഘമുദ്രാവാക്യം. തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. അംശുപടി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ.